സിത്താര, നീ എവിടെയാണ്? മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ച് രാജീവ് ചോദിച്ചു. അതൊരു ചോദ്യമായിരുന്നില്ല, അലർച്ചയായിരുന്നു. ഞാനിവിടെയുണ്ട്, അവൾ പറഞ്ഞു. എവിടെ? കൊച്ചിയിൽ. അവളുടെ സംസാരം വികൃതമായിരുന്നു. കൊച്ചിയിൽ എവിടെയാണ് സിത്താര? സത്യത്തിൽ നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്താണ് നീ ഇതുവരെ എന്നെ വിളിക്കാഞ്ഞത്? നീ സേഫാണോ? അയാൾ തുടരെ തുടരെ ചോദിച്ചു. എനിക്ക് അവൾ പറഞ്ഞു തീരും മുമ്പേ ഫോൺ കട്ടായി. രാജീവ് ഉടൻ തന്നെ മൊബൈലിൽ റിസീവ്ഡ് കോൾസ് എടുത്ത് ആ നമ്പർ പരിശോധിച്ചു. എറണാകുളം കോഡുള്ള നമ്പറായിരുന്നു അത്. അപ്പോൾ സിത്താര കൊച്ചിയിൽ തന്നെയുണ്ട്. അയാൾ വേഗം ആ നമ്പറിൽ വിളിച്ചു നോക്കി. നമ്പർ അപ്പോൾ ബിസിയായിരുന്നു. അയാൾ വീണ്ടും വീണ്ടും വിളിച്ചു. അപ്പോഴെല്ലാം ബിസി ടോണാണ് കിട്ടിയത്. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി രാജീവിന്. സിത്താര മരിച്ചിട്ടില്ലെങ്കിലും അവൾ ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. എവിടെയോ തടവിലാണ്. അപ്പോൾ കായലിൽ നിന്ന് കിട്ടിയ ബോഡി ആരുടേതാണ്? രാത്രിയിൽ പിന്നെ അയാൾ ഉറങ്ങിയില്ല. നേരം വെളുക്കുന്നതുവരെ വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സകല സമയത്തും തിരക്കായിരുന്നു ആ നമ്പർ. അയാൾക്ക് നിരാശയായി. എങ്കിലും പ്രതീക്ഷയുടെ പൊൻവെളിച്ചം മങ്ങിപ്പോകാതെ നിന്നു. സിത്താര മരിച്ചിട്ടില്ല. ഏതോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെങ്കിലും അവൾ ജീവനോടെ ഇരിക്കുന്നു. അതും കൊച്ചിയിൽ. രാജീവ് ഉടൻ തന്നെ ജോൺ നെല്ലിവേലിയെ വിളിച്ചു. ഉടൻ തന്നെ അയാളെ കിട്ടി. ഗുഡ് മോർണിംഗ് രാജീവ്. എന്താ ഇത്ര രാവിലെ? സിത്താര മരിച്ചിട്ടില്ല ജോണേ. മറുതലയ്ക്ക് പെട്ടെന്ന് നിശബ്ദത. താൻ പറഞ്ഞത് ജോണിന് ദഹിച്ചിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. വിശ്വാസം വന്നില്ല അല്ലേ? സിത്താര ഇന്നലെ രാത്രിയിൽ എൻ്റെ മൊബൈലിൽ വിളിച്ചിരുന്നു. എന്നിട്ട്? ജോണിൻ്റെ താല്പര്യം ഉണർന്നു. അവൾ കൊച്ചിയിലുണ്ട്. വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് കോൾ കട്ടായി. പിന്നെ ഞാൻ ഒരുപാട് നേരം വിളിച്ചെങ്കിലും കിട്ടിയില്ല. ആ നമ്പർ ബിസി. ഇന്നലെ രാത്രിയിൽ വല്ല പാർട്ടിയും ഉണ്ടായിരുന്നോ? ജോൺ ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ സാങ്കത്യം രാജീവിന് മനസ്സിലായില്ല. ഇല്ലായിരുന്നു. എന്താ ജോൺ? എങ്കിലും അയാൾ പറഞ്ഞു. അല്ല, 2 വിട്ടിട്ട് കിടക്കുന്നത് കാരണം ഉറക്കത്തിൽ വല്ല സ്വപ്നവും. അയാൾ സീരിയസ് ജോൺ. രാജീവിൻ്റെ സ്വരം കനത്തു. സോറി, സിത്താര ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് രാജീവ്. ആ നമ്പർ തരൂ, ഞാൻ ട്രേസ് ഔട്ട് ചെയ്യാം. മൊബൈലിൽ നിന്നും കുറിച്ച് വെച്ചിരുന്ന ആ ലാൻഡ് ഫോൺ നമ്പർ അയാൾ ജോണിന് കൊടുത്തു. ഞാൻ വിളിക്കാം. ഫോൺ വച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ രാജീവ് ഇരുന്നു. സിത്താര മരിച്ചിട്ടില്ല. അവളുടെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞാലോ? വേണ്ട, കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ട് മതി. അയാൾ ഫോണിനടുത്ത് കാത്തിരുന്നു. ജോൺ വിളിക്കും, അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോൾ അവൾ വീണ്ടും വിളിച്ചേക്കും. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജോണിൻ്റെ വിളി വന്നു. കിട്ടിയോ ജോൺ? രാജീവ് പെട്ടെന്ന് ചോദിച്ചു. ഉവ്വ്, അങ്ങനൊരു നമ്പർ കൊച്ചിയിലുണ്ട്. പക്ഷേ അതൊരു ടെലിഫോൺ ബൂത്തിൻ്റെ നമ്പറാണ്. ടെലിഫോൺ ബൂത്തിൻ്റെയോ? അതെ, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലുള്ള ബൂത്തിൻ്റെ നമ്പർ. ഒറ്റയടിക്ക് രാജീവിൻ്റെ പ്രതീക്ഷ മുഴുവൻ തകർന്നു. ഉറപ്പാണോ? അതെ, ഞാൻ ടെലിഫോൺസിലെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് കൺഫേം ചെയ്തു കഴിഞ്ഞു. രാജീവ് തളർന്നു പോയി. സിത്താരയെ എത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. വിഷമിക്കേണ്ട, സിത്താര ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇനിയും വിളിക്കും. ദി ഓൺലി തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു വെയിറ്റ്, ജോൺ പറഞ്ഞു. അവൾ വിളിക്കും, അയാൾ മന്ത്രിച്ചു. ഡൈനിങ് ടേബിളിൽ തുറന്നുവെച്ച പത്രത്തിൻ്റെ ക്ലാസിഫൈഡ് പേജിലെ ഓട്ടോമോട്ടീവ് സെക്ഷനിൽ ഗവേഷണം നടത്തുകയായിരുന്നു രാവിലെ ഇൻസ്പെക്ടർ ജഹാംഗീർ. ഒരു കപ്പ് ചൂട് ചായയുമായി അപ്പോൾ സുലൈഖ അവിടേക്ക് വന്നു. വല്ലതും കിട്ടിയോ? അവൾ ചോദിച്ചു. ഇല്ല, പത്രത്തിൽ നിന്ന് കണ്ണുകളെടുക്കാതെയായിരുന്നു മറുപടി. എന്തിനാ പഴയ വണ്ടി എടുക്കുന്നേ? എന്തായാലും ലോൺ എടുക്കേണ്ടി വരും. പിന്നെ പുതിയൊരെണ്ണം മേടിക്കുന്നതല്ലേ നല്ലത്. അവൾ അടുത്ത കസേരയിലിരുന്നു. പുതിയ വണ്ടിക്ക് കാശ് എത്രയാകുമെന്നറിയാമോ? കിട്ടുന്ന ശമ്പളം ബാങ്കിലടയ്ക്കാനേ കാണൂ. പിന്നെ നാട്ടുകാരോട് ചില്ലറ മേടിക്കേണ്ടി വരും. അത് വേണോ? വേണ്ട, അവൾ പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് അയാളുടെ കണ്ണുകൾ ഒരു പരസ്യത്തിലുടക്കിയത്. സാൻഡ്ര സിംഗ് 2006 ഗ്രീൻ അലോയ് വീൽ സിംഗിൾ ഓണർ. 2006 അല്ലേ? അത് കുഴപ്പമില്ല. അതിലും പഴയത് വേണ്ട, അവൾ പറഞ്ഞു. ഫോൺ നമ്പറുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ചു നോക്കാം. വില അറിയാമല്ലോ. നമ്മുടെ കൊക്കിനൊതുങ്ങുമെങ്കിൽ മാത്രം പോയി കണ്ടാൽ മതി. മൊബൈലെടുത്ത് പരസ്യത്തിലുണ്ടായിരുന്ന നമ്പറിലേക്ക് ജഹാംഗീർ അപ്പോൾ തന്നെ വിളിച്ചു. ഹലോ, കാറിൻ്റെ പരസ്യം പത്രത്തിൽ കണ്ടു. അതേക്കുറിച്ച് അറിയാനാണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഒരു പുരുഷ സ്വരം. എറണാകുളത്ത് നിന്നാണ്. ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ജഹാംഗീർ പറഞ്ഞു. ഡീറ്റെയിൽസ് പത്രത്തിലുണ്ടല്ലോ. അല്ല, വിലയെക്കുറിച്ച്. വണ്ടി കണ്ടിട്ട് വിലയെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെ ഹോളിവുഡ് അപ്പാർട്ട്മെൻറ്റ്സിലാണ് ഞാൻ താമസം. ഇന്ന് പകൽ മുഴുവൻ ഞാനിവിടെയുണ്ട്. ഹോളിവുഡ് അപ്പാർട്ട്മെൻറ്റ്സ്, പച്ച സാൻഡ്രോ കാർ. ജഹാംഗീറിൻ്റെ തലയ്ക്കുള്ളിൽ ഒരു വെളിച്ചം മിന്നി. എന്താണ് നിങ്ങളുടെ പേര്? അയാൾ ചോദിച്ചു. ക്രിസ്റ്റി ഫെർണാണ്ടസ്. അപ്പോൾ ക്രിസ്റ്റി ആ പച്ച സാൻഡ്രോ കാർ വിൽക്കാൻ പോകുന്നു. എന്തിന്? ജഹാംഗീർ ഒന്ന് ഊറിച്ചിരിച്ചു. ശരി, ഞാൻ വരാം. നിങ്ങളുടെ പേരെന്താണ്? ക്രിസ്റ്റി ചോദിച്ചു. അത് കേൾക്കാത്ത മട്ടിൽ ജഹാംഗീർ ആ കോൾ ക്യാൻസൽ ചെയ്തു. ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു സുലൈഖ. എന്തു പറഞ്ഞു? അവൾ ചോദിച്ചു. ആ കാർ നമുക്ക് വേണ്ട. അതെന്താ? അത് ശരിയാവത്തില്ല.
അയാൾ പത്രം മടക്കി വെച്ച് എഴുന്നേറ്റു. സുലേഖ പത്രമെടുത്ത് നിവർത്തു. അവർക്കൊരു പഴയ ഭാരതി 800 ഉണ്ട്. അത് വിറ്റിട്ട് അല്പം കൂടി വലിയ ഒരു കാർ വാങ്ങാൻ അവർ കുറേ നാളായി ആഗ്രഹിക്കുന്നു. വിൽപ്പനയ്ക്കുള്ള വാഹനങ്ങളുടെ പരസ്യങ്ങൾ ഓരോന്നായി അവൾ വായിച്ചു. ജഹാംഗീർ ഷേവ് ചെയ്ത് കുളിച്ചു. യൂണിഫോം ധരിക്കുമ്പോഴാണ് ഹോളിവുഡ് അപ്പാർട്ട്മെൻറ്റ്സിലേക്ക് രാവിലെ തന്നെ പോകണമെന്ന് അയാൾ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് ആ സാൻഡ്രോ കാർ ക്രിസ്റ്റി വിൽക്കാൻ പോകുന്നതെന്ന് അറിയണമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ജഹാംഗീറിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. നോക്കിയപ്പോൾ രാജീവ് മേനോനാണ് വിളിക്കുന്നത്. അയാൾ ഫോൺ എടുത്തു. ഹലോ സർ, ഇത് രാജീവാണ്. മനസ്സിലായി സാർ, ഇന്നലെ രാത്രി സിത്താര എൻ്റെ മൊബൈലിൽ വിളിച്ചിരുന്നു. ആവേശത്തിലാണ് അയാളെന്ന് ജഹാംഗീറിന് തോന്നി. മരിച്ചുപോയ സിത്താരയോ? പരിഹാസം മറച്ചുവെച്ച് ജഹാംഗീർ ചോദിച്ചു. അവൾ മരിച്ചിട്ടില്ല സാർ. എറണാകുളത്ത് നിന്നാണ് വിളിച്ചത്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ബൂത്തിൽ നിന്ന്. രാജീവ് പറഞ്ഞതെല്ലാം ശ്രദ്ധാപൂർവം അയാൾ കേട്ടു. മിസ്റ്റർ രാജീവ്, നിങ്ങളിപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ്. സിത്താര മരിച്ചിട്ടില്ലെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ കള്ളക്കഥ കെട്ടിച്ചമച്ചത് സ്വാഭാവികം. ഞാനിത് വിശ്വസിക്കുന്നില്ല. സാറിന് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാലും ഏതാണ് ഈ ബൂത്തെന്ന് കണ്ടുപിടിച്ച് ഒന്ന് അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ജഹാംഗീർ ഒരു നിമിഷം ആലോചിച്ചു. ശരി, നമ്പർ തരൂ, അയാൾ പിന്നെ ആവശ്യപ്പെട്ടു. രാജീവ് പറഞ്ഞു കൊടുത്ത നമ്പർ അയാൾ എഴുതിയെടുത്തു. എത്ര മണിയായിരുന്നു അപ്പോൾ? രാത്രി 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. ജഹാംഗീർ സംസാരം അവസാനിപ്പിച്ചു. ന്യൂസ് പേപ്പറിൻ്റെ വക്കിൽ കുറിച്ചെടുത്ത നമ്പർ അയാൾ ഡയറിയിൽ എഴുതി ചേർത്തു. ലഞ്ച് കഴിക്കാൻ മുരളി ഭാസ്കർ ഓഫീസിൽ നിന്നിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അയാളുടെ മൊബൈലിലേക്ക് ഡയാന വിളിച്ചത്. മുരളി, ഐ വാണ്ട് ടു സീ യു, അവൾ പറഞ്ഞു. എന്താ വിശേഷിച്ച്? ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പറ്റില്ല, എനിക്ക് നിന്നെ നേരിൽ കാണണം. നീ എവിടുന്നാ ലഞ്ച് കഴിക്കുന്നത്? അവൾ ചോദിച്ചു. ഞങ്ങളുടെ കാൻറ്റീനിൽ നിന്ന്. അത് വേണ്ട, നീ വീട്ടിലേക്ക് പോയിക്കോ. 10 മിനിറ്റകം ഞാൻ അവിടെ വരാം. വേണ്ടെന്ന് അയാൾക്ക് പറയാൻ കഴിയും മുമ്പേ അവൾ കട്ട് ചെയ്തു. തിരിച്ചു വിളിക്കാൻ അയാൾക്ക് തോന്നിയില്ല. അവൾ വരട്ടെ. ഇതുവരെയും അവളുടെ ശരീരത്തോട് മടുപ്പ് തോന്നി തുടങ്ങിയിട്ടില്ല. കാറെടുത്ത് അയാൾ വാടക വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് പാൻറ്റും ഷർട്ടും മാറ്റിയിട്ട് അയാൾ ഒരു മുണ്ടെടുത്ത് കൊടുത്തു. ബാത്റൂമിൽ ചെന്ന് മുഖം കഴുകി തുടച്ചു കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് ഡയാനയുടെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം. മുൻവാതിൽ ബോൾട്ട് ഇട്ടിരുന്നില്ല. അവൾ വേഗത്തേക്ക് കയറിയിട്ട് വാതിലടച്ചു. കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കിറ്റ് അവൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് ചെന്ന് വെച്ചു. കിറ്റിൽ നിന്നും മസാലഗന്ധം ഉയരുന്നുണ്ടായിരുന്നു. ഇത്ര വേഗം നീ വന്നോ? അയാൾ ചോദിച്ചു. 2 ചിക്കൻ ബിരിയാണി പാഴ്സൽ പറഞ്ഞിട്ടാണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ചെന്നപ്പോൾ സാധനം റെഡി. നിനക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല, കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിക്കാം. അതുവരെ. അവൾ അയാളുടെ കൈ പിടിച്ചു ബെഡ്റൂമിലേക്ക് പോയി. ചുരിദാറായിരുന്നു ഡയാനയുടെ വേഷം. അവൾ കഴുത്തിൽ നിന്നും ഷാളെടുത്ത് ചുരുട്ടി കസേരയിലേക്ക് എറിഞ്ഞു. എന്താണ് പറയാനുള്ളത്? മുരളിക്ക് അക്ഷമയായി. ഞാൻ ഇന്നലെ രാജീവിനെ വിളിച്ചു. എന്തിന്? വെറുതെ ഒരു നമ്പർ. സിത്താര മരിച്ചിട്ടില്ലെന്ന് വെറുതെ ഒരു തോന്നലുണ്ടാക്കാൻ. കേസന്വേഷണം തണുക്കാൻ സഹായിക്കും അത്. മുരളിക്ക് ആദിയായി. നീ എന്ത് വിഡിത്തമാ ചെയ്തത്? അയാൾ ചോദിച്ചു. വിഡിത്തമൊന്നുമല്ല. ഇന്നലെ രാത്രിയിൽ 12 മണി കഴിഞ്ഞു ഞാൻ രാജീവിൻ്റെ മൊബൈലിലേക്ക് വിളിച്ച് സിത്താരയാണെന്ന മട്ടിൽ സംസാരിച്ചു. എന്തു പറഞ്ഞു നീ? അധികമൊന്നുമില്ല. വിളിക്കുന്നത് സിത്താരയാണെന്നും ഇപ്പോൾ കൊച്ചിയിലുണ്ടെന്നും മാത്രം. പിന്നെ കട്ട് ചെയ്തു. അയാൾ അറിയാതെ തലയിൽ കൈവച്ചു. യു ഫൂൾ, അവൻ നിന്നെ തിരിച്ചു വിളിച്ചില്ലേ? അവൻ നിൻ്റെ നമ്പർ പോലീസിന് കൊടുത്ത് കണ്ടുപിടിക്കും. ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല മുരളി. സൗത്ത് സ്റ്റേഷനിലെ ഒരു ബൂത്തിൽ നിന്നാണ് വിളിച്ചത്. അവിടേക്ക് അയാൾ വിളിച്ച് ചോദിച്ചു കാണണം. പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലാക്കാനാണ്? മുരളി അവളെ മിഴിച്ചു നോക്കി. എന്തിന് പാതിരാത്രിക്ക് നീ സൗത്ത് സ്റ്റേഷനിൽ പോയി? ക്രിസ്റ്റി ഇന്നലെ ഫ്ലാറ്റിലില്ലായിരുന്നോ? ഇന്നലെ സമ്പർക്കക്രാന്തിയിൽ അംബാനിയിൽ നിന്ന് ക്രിസ്റ്റിയുടെ പെങ്ങൾ ലീനയും ഹസ്ബൻഡും വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വരേണ്ട ട്രെയിൻ 12 മണിക്കൂർ ലേറ്റ്. റിസീവ് ചെയ്യാൻ ക്രിസ്റ്റിയും ഞാനും കൂടെയാ പോയേ. ക്രിസ്റ്റി എൻക്വയറി കൗണ്ടറിൽ അന്വേഷിക്കാൻ പോയപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി. അങ്ങനെ രാജീവിനെ വിളിച്ചേ. നീ ചെയ്തത് മണ്ടത്തരമാണെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്, മുരളി പറഞ്ഞു. പക്ഷേ അയാളുടെ സ്വരം ഇത്തിരി മയപ്പെട്ടിരുന്നു. എന്തായാലും അതുകൊണ്ട് നമുക്കൊരു ദോഷവും വരാൻ പോകുന്നില്ല മുരളി. സമാധാനമായിട്ടിരിക്കെ. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു മാറിൽ മുഖം ചേർത്തു. അവളുടെ ശരീരത്തിൻ്റെ സ്പർശനം പെട്ടെന്ന് അയാളെ ഉണർത്തി. 3 മണി കഴിഞ്ഞു. മുരളിയുടെ വീട്ടിൽ നിന്ന് ഡയാന ഇറങ്ങിയപ്പോൾ ലീനയും ജെയിംസും വന്നത് കാരണം അവൾ ഉച്ച കഴിഞ്ഞ് ലീവായിരുന്നു. അവൾ നേരെ ഹോളിവുഡ് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അവൾ ചെന്നപ്പോൾ ക്രിസ്റ്റിയും ലീനയും ജെയിംസും സംസാരിച്ചു കൊണ്ടേയിരുന്നു. കാറിൻ്റെ കാര്യം അന്വേഷിച്ചു. 10-15 പേർ വിളിച്ചു. നല്ല വില കിട്ടാൻ സാധ്യതയുണ്ട്, ജെയിംസ് അവളോട് പറഞ്ഞു. എന്തിനാ ചായ ആ വണ്ടിയപ്പം വിൽക്കുന്നേ? ഇപ്പോഴും പുത്തൻ കാറാണെന്ന് തോന്നും, ലീന എതിർത്തു. ആ കളർ എനിക്കത്ര പിടിച്ചില്ല. ബ്ലാക്ക് മതി. അതാകുമ്പോൾ ഒരു അരിസ്റ്റോക്രാറ്റിക് ലുക്കാണ്, ഡയാന പറഞ്ഞു. ശരിയാ, ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ, ജെയിംസ് ഡയാനയോട് യോജിച്ചു. നീ ചെന്ന് കാപ്പി ഉണ്ടാക്കുക, ക്രിസ്റ്റി പറഞ്ഞു. ഡയാനയും ലീനയും എഴുന്നേറ്റു കിച്ചണിലേക്ക് പോയി. അപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. ക്രിസ്റ്റി ചെന്ന് വാതിൽ തുറന്നു. ഇൻസ്പെക്ടർ ജഹാംഗീർ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് ക്രിസ്റ്റി ഒന്ന് ഞെട്ടി.
എന്താ സാർ? ജഹാംഗീർ ഒന്ന് പുഞ്ചിരിച്ചു. പേടിക്കേണ്ട, അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല. നിങ്ങൾ കാർ വിൽക്കാൻ പോവാണല്ലേ? അതെ. രാവിലെ ഞാനൊന്ന് വിളിച്ചിരുന്നു. വന്നു വണ്ടി കണ്ടിട്ടു വില പറയാമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. സാറാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. സാർ വരൂ. ഇതെൻ്റെ ബ്രദർ ഇൻ ലോ ജെയിംസ്. ക്രിസ്റ്റി അയാളെ ജഹാംഗീറിന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് ഇൻസ്പെക്ടർ ജഹാംഗീർ. ജഹാംഗീറും ജെയിംസും കൈപിടിച്ച് കുലുക്കി. ജെയിംസ് എന്ത് ചെയ്യുന്നു? ജഹാംഗീർ ചോദിച്ചു. ഞാൻ മിലിറ്ററി സർവീസിലാണ് സാർ. എവിടെ? അംബാല, പഞ്ചാബിൽ. ഇവൻ ഇന്നലെ രാത്രിയിൽ വന്നതേയുള്ളൂ. അംബാലയിലേക്ക് നേരിട്ട് വണ്ടിയുണ്ടോ എവിടുന്ന്? ജഹാംഗീർ ചോദിച്ചു. ഉവ്വ്, ചണ്ഡീഗഡ് സമ്പർക്ക് ക്രാന്തി. തിരുവനന്തപുരം വരെയുണ്ട്. ഗുഡ്. അപ്പോൾ ക്രിസ്റ്റി, ഞാൻ വന്നത് നിങ്ങളുടെ കാറിൻ്റെ കാര്യത്തിനാണ്. വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്തുവരെയാണ് പ്രതീക്ഷിക്കുന്നത്? ജഹാംഗീർ ചോദിച്ചു. സാറിന് കാർ ഓടിച്ചു നോക്കണ്ടേ? വില പറയൂ. എനിക്ക് താങ്ങാവുന്നതാണെങ്കിൽ മാത്രം മുന്നോട്ട് നീങ്ങിയാൽ മതിയല്ലോ. ജഹാംഗീറിനെ മാറ്റി നിർത്തി ക്രിസ്റ്റി അല്പനേരം സംസാരിച്ചു. പിന്നെ അവർ ലിഫ്റ്റ് വഴി താഴേക്ക് പോയി. 5 മിനിറ്റോളം ജഹാംഗീർ ആ പച്ച സാൻഡ്രോ ഓടിച്ചു നോക്കി. വണ്ടി കുഴപ്പമില്ലെന്ന് അയാൾക്ക് തോന്നി. ഓക്കെ ക്രിസ്റ്റി, ഞാൻ വൈകുന്നേരം വിളിക്കാം. അത് കഴിഞ്ഞ് ഒരു തീരുമാനമെടുക്കാവൂ. ശരി സാർ. ജീപ്പിൽ കയറി ജഹാംഗീർ ഓടിച്ചു പോയി. അയാൾ നേരെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. ജീപ്പ് പുറത്ത് പാർക്ക് ചെയ്തിട്ട് അയാൾ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. 4-5 ടെലിഫോൺ ബൂത്തുകൾ ഉണ്ടായിരുന്നു അവിടെ. ആദ്യത്തെ ബൂത്തിൽ കയറി അയാൾ സ്വന്തം മൊബൈലിലേക്ക് വിളിച്ചു. ഡയറി എടുത്തു നോക്കിയപ്പോൾ രാജീവ് കുറിച്ചു കൊടുത്ത നമ്പറല്ല മൊബൈലിൽ തിരഞ്ഞത്. അയാൾ റിസീവർ വച്ചു. രണ്ടാമത്തെ ബൂത്തിൽ നിന്ന് വിളിച്ചപ്പോൾ ഡയറിയിലെ നമ്പർ തന്നെ കിട്ടി. അവിടെ നിന്നാണ് ഇന്നലെ രാത്രിയിൽ രാജീവിൻ്റെ മൊബൈലിലേക്ക് കോൾ പോയതെന്ന് മനസ്സിലായി. കറുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരനാണ് ബൂത്തിലുണ്ടായിരുന്നത്. അയാളിരുന്ന് ഉറക്കം തൂങ്ങുകയായിരുന്നു. ജഹാംഗീർ അയാളെ വിളിച്ചുണർത്തി. ഇൻസ്പെക്ടറെ കണ്ട് അയാൾ പേടിച്ചുപോയി. എന്താണ് തൻ്റെ പേര്? ആൻ്റണി എന്ന സാറേ. ഇന്നലെ രാത്രി ഇവിടെ ആരായിരുന്നു ഡ്യൂട്ടിയിൽ? ഞാനായിരുന്നു സാറേ. സാധാരണ നൈറ്റിൽ വരുന്ന സലീം ഇന്നലെ വന്നില്ലായിരുന്നു. ഇന്നലെ 12 മണി കഴിഞ്ഞ് ഒരു സ്ത്രീ ഇവിടുന്ന് ഒരു മൊബൈലിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഓർമ്മ വരുന്നുണ്ടോ തനിക്ക്? ആൻ്റണി ഒരു നിമിഷം പകച്ചു നിന്നു. പലരും വന്നായിരുന്നു സാറേ. ഇതൊരു സ്ത്രീയാണ്. 1 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചിട്ടില്ല. രാജുവേട്ട, ഇത് ഞാനാണ്, സിത്താര എന്നാണ് അവൾ പറഞ്ഞത്. പെട്ടെന്ന് ആൻ്റണിയുടെ ഓർമ്മയിൽ എന്തോ ഒന്ന് മിന്നി. സമ്പർക്കക്രാന്തി വരുന്നതിന് തൊട്ടു മുമ്പാ സാറേ. ഒരു സ്ത്രീ വന്നായിരുന്നു. ജീൻസും ഷർട്ടുമായിരുന്നു. അവർ വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ജഹാംഗീറിൻ്റെ ഹൃദയം ഒന്ന് കുതിച്ചു. സമ്പർക്കക്രാന്തി വരുന്ന സമയത്തോ? അതെ സാറേ. ഇപ്പം നല്ല ഓർമ്മ വരുന്നുണ്ട് എനിക്ക്. നല്ലപോലെ വെളുത്തിട്ട ആ സ്ത്രീ. 28ഓ 30ഓ വയസ്സ് പ്രായം വരും. അവളെ കണ്ടാൽ ആൻ്റണിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ജഹാംഗീർ ചോദിച്ചു. പറ്റും സാറേ. ജഹാംഗീർ ഉടനെ ക്രിസ്റ്റിയെ വിളിച്ചു. ഇന്നലെ സമ്പർക്കക്രാന്തിയിൽ വന്ന അളിയനെയും പെങ്ങളെയും വിളിക്കാൻ ക്രിസ്റ്റി തനിച്ചാണോ പോയത്? അല്ല സാർ, ഡയാനയും ഉണ്ടായിരുന്നു, അയാൾ പറഞ്ഞു. പെട്ടെന്ന് ജഹാംഗീറിൻ്റെ കണ്ണുകളൊന്ന് ഇടുങ്ങി.